ഇന്നലെ ഒരു കൊറിയർ വന്നെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് ഫോൺ ഒരുപാട് പ്രാവശ്യം വിളിച്ചു. എന്ത് ചെയ്തവർ ഫോൺ അറ്റൻഡ് ചെയ്യല്ല, ഒരു രക്ഷയില്ല. ഞാൻ കമൻറ്റൊക്കെ വായിച്ച് നോക്കിയപ്പോൾ ഈ സെയിം സംഭവം തന്നെ അവരുടെ റിവ്യൂവിൽ വന്നേക്കണം. എന്തോ അവിടെ നിന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊറിയർ സർവീസ് പോയി ഐറ്റം എടുത്ത്. നമുക്കൊരു ഐറ്റം 3-4 ദിവസം മുന്നേ എടുത്തിട്ട് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു, കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അത് റിട്ടേൺ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം കസ്റ്റമർക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കുറേ നാൾ മുന്നേ നമ്മൾ അയച്ച ഒരു പ്രൊഡക്റ്റാണിത്. അത് DTDC അല്ല, നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴിയാണ് അയച്ചത്. അത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ബ്രോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, സാധനം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്ത് സെറ്റായിട്ടാണ് കൊടുത്തത്. പക്ഷേ പുള്ളി ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ട പിരിഞ്ഞിരിക്കണ, നേരെ ഇരിക്കണ സംഭവം ഇത് പിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ അതായത് കണ്ട ഇവിടെ ചളക്ക് കണ്ട നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2500-3000 രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് കസ്റ്റമർക്ക് എന്തായാലും പുള്ളി ഫുൾ എമൗണ്ട് നമുക്ക് പേ ചെയ്തേക്കണമെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ന്യായം. നമുക്ക് പൈസ അടച്ചിട്ട് സംഭവം കൊടുത്തില്ലെങ്കിൽ, പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിനിപ്പോൾ ഈ ഒരു ഡാമേജ് ഇതിപ്പോൾ ഞാൻ സഹിക്കണ്ടേ. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പൈസ കൊടുത്തിട്ട് തന്നെയല്ലേ നമ്മൾ അയക്കുന്നത്. അവർ പറയണ പൈസ കൊടുത്തിട്ടാണ് കൊറിയർ അയക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു അവസ്ഥ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് കണ്ട ഈ ഒരു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. കാരണം നല്ലൊരു വളവ് വന്നിട്ടുണ്ട്, അതായത് നല്ലൊരു ഏറ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്പോഞ്ചൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഒരു തിക്നെസ്സുള്ള ഒരു തെർമോക്കോളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൊടുത്തത്. പക്ഷേ നല്ലൊരു അടിപൊളി കീറി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഏറിലാണ് ഇത് സംഭവിക്കുള്ളൂ. അങ്ങനെ ഇത് മൊത്തം ഇനിയിപ്പോൾ ഡാമേജ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കിതിപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 2500 രൂപ സംതിങ് അടുത്ത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ എടുത്ത് മാറ്റി വെക്കാം, ഇങ്ങനെ വയറ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് ഈ പുറത്തുള്ളൊരു കേസ് ഉപയോഗിക്കാം, സ്വിച്ച് എടുക്കാം, ഈ പാനൽ ഇത് യൂസ് ചെയ്യുക, ഇങ്ങനെ ഈ വോളിയം കൺട്രോളൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇനിയിപ്പോൾ ബോർഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാനായിട്ട് നല്ലൊരു കൊറിയർ സർവീസ് ഇനിയിപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്ത് ചെയ്യണം, മറ്റേ ഇതിനകത്ത് കൊടുക്കലും ഭയങ്കര നഷ്ടമാണ്. കിലോമീറ്ററിന് 13 രൂപ 15 രൂപ 16 രൂപയ്ക്കാണ് അവർ അതിന് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പുതിയൊരു കൊറിയർ സർവീസ് ഇല്ലേ എന്നത് പോർട്ടർ. അപ്പം അതുപോലെ പക്ഷെ അത് നമ്മുടെ അടുത്തൊക്കെയാണ്, 10 കിലോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമുക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് വയനാടോ അല്ലെങ്കിൽ കോഴിക്കോടോ മലപ്പുറമോ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്കത് അത്രയും എമൗണ്ടിന് കൊടുക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. എന്ത് ചെയ്യാനാ, ഇതിപ്പോൾ ഈ ഒരു നഷ്ടം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇത് എന്തായാലും നമ്മളിത് നിർത്തുകയാണ്, ഈ ഒരു സംഭവം നിർത്തുകയാണ്, വേറെ വഴിയില്ല.